സ്വർണ്ണപ്പല്ലും സ്വർണ്ണ താലിയായിട്ട് വരണുണ്ടത്ര. എന്റെ ഇഷ്ടം ചോദിക്കാതെ എല്ലാം അച്ഛൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. ദേ, ബാഗ് എപ്പോഴും റെഡിയാ. എപ്പോ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. വിളിക്കാം. എന്താ ഇപ്പൊ ഒരു ധൈര്യം ഇല്ലാത്ത പോലെ? അല്ല, പെട്ടെന്ന് എടുത്തു ചാടണോ? അല്ലെങ്കിൽ എനിക്കറിയാം ഒടുവിൽ എന്നെ ചതിക്കൂന്ന്. ദേ, മൂകാംബികമ്പയെ സാക്ഷിയായിട്ട് പറയാ, ഇയാൾ എന്റെ കഴുത്തി കെട്ടിയില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഉത്തരത്തിൽ കെട്ടും. പറഞ്ഞേക്കാം. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? എല്ലാത്തിനും സമയവും അവകാശവും ഇല്ലേ? ആ ഗൾഫുകാരൻ എത്തിയാലല്ലേ പ്രശ്നം. അപ്പൊ നമുക്കൊരു വഴി കാണാം. ബാഗും കരുതി കാത്തു നിന്നോളൂ. സത്യമായിട്ട് ഞാൻ വിളിക്കും. എന്റെ കുറുമ്പി പൂച്ചേ, ഒരു കഷണം ചിരി ഈ ചുണ്ടത്തൊന്ന് എടുത്തു വെക്കോ, ഒന്ന് കാണാനാ. ഈ കള്ളക്കാക്ക അതെങ്ങനെ കൊത്തിക്കൊണ്ട് പോയാലോ? അയ്യോ, ഇപ്പോഴാ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചത്. ദന്തം പോയ ചന്തം പോയെന്ന സ്വർണ്ണദന്തം കൂടി ആയപ്പോ കോന്തനുമാൻ ക്ലീൻ. ഇപ്പൊ ചെത്ത് പയ്യനായി. ഗൾഫിൽ നിന്നും കോന്തനുമാൻ ഓർക്കുമ്പോ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പദ്യം എനിക്ക് ഓർമ്മ വരുക. പാണ്ഡൻ നായുടെ പല്ലും ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നു. സോറി, കേട്ടറിയുന്നു. നമ്മുടെ കാര്യസ്ഥൻ കേളുവിന്റെ മോളാ. ഓഹോ, എങ്ങനെ ഈ സ്വർണ്ണപ്പല്ല്? കൊള്ളാം. മുഴുവനും സ്വർണ്ണത്തെ കെട്ടാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ഫ്രണ്ട്സുകൾ എതിർത്തു. ഈ പല്ലും എല്ലും ഇല്ലാതായാൽ ജീവിതം പുല്ലിന് തുല്യാന്നാ ചൊല്ലി. ശരിയാ, പല്ലുള്ളപ്പോഴല്ലേ ചവയ്ക്കാൻ പറ്റുള്ളൂ. ചിരിക്കാനും. ഹലോ. ഓ, കോളേജുമായി വന്നല്ലോ. ഉണ്ണിക്കുട്ടൻ വരും, ഇന്ന് കോളേജിൽ പോകരുത് എന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്ന. പരീക്ഷ എടുത്തിരിക്കുക. ഓ, ഒരു പരീക്ഷക്കാരി. ഇനി ഇവള് പരീക്ഷ എഴുതിയിട്ട് വേണം ഈ കുടുംബം കഴിയാൻ. ഏയ് പ്ലീസ്. ഇപ്പൊ എടുക്കണ്ട. ഇളയവളായതോട് കുറെ ലാളിച്ചു പോയി. ധിക്കാരിയാ. ധിക്കാരികളെ എനിക്കിഷ്ടം. അല്പം നിഷേധവും തെമാടത്തരവും ഉണ്ടെങ്കിലേ ജീവിത രസം ഉണ്ടാവുള്ളൂ. എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? ആ, ഒക്കെ നിനക്കുള്ളാ. ഗൾഫിലെ ഏറ്റവും വില കൂടിയ ഐറ്റംസ്. ലുക്ക്, എനിക്കിഷ്ടപ്പെട്ട പെർഫ്യൂംസ്, എനിക്കിഷ്ടപ്പെട്ട കളർ ഡ്രസ്സസ്, ഞാൻ കേൾക്കാറുള്ള ഓഡിയോ കേസറ്റ്സ്, ഞാൻ കാണാറുള്ള വീഡിയോ കേസറ്റ്സ് ഒക്കെ എനിക്ക് വേണ്ടിയാ. ആ, സ്ലിം ബ്യൂട്ടിയാണ് എനിക്കിഷ്ടം. കഴിഞ്ഞവണ കണ്ടതിനേക്കാളും ചേർത്തു. ഭക്ഷണം നിയന്ത്രിക്കണം. ഇനി പവാടിയും ബ്ലൗസും വേണ്ട, സാരി ഉടുത്താൽ മതി. എങ്കിലേ മെച്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ. ആ, പിന്നെ ഇനി കോളേജിൽ പോവണ്ട. ഇതൊക്കെ പറയാ ഇയാളാരാ? അമ്മ പറയാറുണ്ട്, അനുസരണയും ഓമനത്തോ ഉള്ള മുഖമായി തല കുനിച്ചു നിന്നാലേ നല്ല പെണ്ണാവുള്ളെന്ന്. അങ്ങനെ ഇപ്പൊ തല കുനിച്ച് ഒരു നല്ല പെണ്ണായി നിൽക്കാൻ എനിക്ക് വയ്യ. ആരാവ്? ഓ, അമ്മാവനായിരുന്നു. ഓ, നായര് വന്നല്ലോ. വരണ്ടേ? എടോ നായരെ, ഓ. ഉണ്ണിക്കുട്ടൻ വരുന്നു എന്ന് അറിഞ്ഞിട്ടും താൻ പാറാവിന് പോയി അല്ലേ? ആലവട്ടവും വെഞ്ചാമരവും ഒന്നും കണ്ടില്ല. പിന്നെന്തിനാ ഒരു ആനക്കാരൻ മാത്രം ഇവിടെ? കണ്ടോ ഇത്? എന്താ അത്? ഈ പല്ല് ഓ, സ്വർണ്ണത്തിൽ കെട്ടിയതാ. പല്ല് തയ്ക്കാണ്ട് കിടന്ന് അങ്ങനെ പലതും കെട്ടിക്കേണ്ടി വരും. എന്താ പറഞ്ഞേ? അല്ല, താഴത്തത് കൂടി സ്വർണം കെട്ടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയായിരുന്നു. ആ, കെട്ടിപ്പിക്കാം. ഓ, ലേറ്റ് ആക്കണ്ട. കുരുത്തുള്ള മരുമക്കളുണ്ടെങ്കിലേ ആർന്നോർക്കും കൂടുള്ളൂ. നന്നായിട്ടുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിഷ്കളങ്കത്വം തോന്നിച്ചിരുന്ന ഏക സാധനം കൊച്ചുകുട്ടികളെപ്പോലെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള ആ ചിരി മാത്രമായിരുന്നു. അതിലും താൻ കൃത്രിമം കെട്ടിച്ചു അല്ലേ? ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ ഇവന്റെ അമ്മ ദേവകിയെ? ഇല്ല. ഉണ്ടാവാൻ വഴിയില്ല. നിന്റെ അമ്മയുടെ മൂത്തതാവള്. നിനക്ക് 3 വയസ്സുള്ളപ്പോഴാ അവള് മരിച്ചത്. ക്ഷയം പിടിച്ച് ചാവുമ്പോ അവൾക്ക് കൊടുത്ത വാക്കാ ഇവൻ ഈ തറവാട്ടി കയറിയത്. കുറെ കാലമായിട്ട് ഞാനത് കേൾക്കണ്ടല്ലോ. മരിച്ചവരുടെ കാര്യമൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ വിളമ്പണേ? നഷ്ടം പറ്റിയ കച്ചവടം എന്നെ പറയാതിരിക്കാൻ പറ്റോടോ? എന്നാ ഒരു മൈക്ക് വാങ്ങിച്ചു തരാം. അല്ല, ഈ കാക്കി എടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് പോയ ഇപ്പൊ എന്ത് കിട്ടും? എങ്ങനെ നിങ്ങളുടെ സാലറി ഒക്കെ? സ്വന്തം ശമ്പളം ഒറ്റയ്ക്ക് എണ്ണുന്നതാ എനിക്കിഷ്ടം. കൂടെ ആരെയും കൂട്ടാറില്ല. ഒന്നും തോന്നരുത്. പല്ലും നാക്കും സ്വർണം കെട്ടാൻ പറ്റിയില്ലെങ്കിലും കെട്ടുതാലി പണയം വയ്ക്കേണ്ടി വരില്ല. അത് ഗ്യാരണ്ടി ഉണ്ട്. ആരാന്റെ നാട്ടിൽ പാദവൃത്തി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നത് സ്വന്തം നാട്ടിൽ ഇങ്ങനെ പാറാവുകാരനായി കഴിയുന്നതില്.
അലറണ്ട, പല്ലൂര് തെറിക്കും. ഇവര് ധിക്കരിക്കാൻ തുടങ്ങിയിരിക്കണു. വാസുവേട്ടൻ എന്താ? വാസുവേട്ടൻ ഇവിടെ പുറത്തു പോയിരിക്കേ? ഒന്ന് കാണണമായിരുന്നു. എപ്പോഴാ വരിക? ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചു ദിവസമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വാസേട്ടനുള്ളത്. ഏറ്റ കാര്യം എന്തോ നടന്നില്ലെന്ന് എന്തൊക്കെയോ പറയണ കേട്ടു. എന്താ? കൊണ്ടുപോകുന്നതിന് മുമ്പേ കണ്ടേ പറ്റുള്ളൂ. വാസുവേട്ടനെ കണ്ടേ ഞാൻ പോവുള്ളൂ. എങ്കിലൊരു കാര്യം ചെയ്യൂ, അങ്ങോട്ട് ഇരുന്നോളൂ. എന്നെ കൊല്ലരുത്. ഇലക്ഷൻ ആയപ്പോ വന്നിരിക്കുന്നു. അല്ല, പിന്നെന്താണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, കൊല്ലാനല്ല വിളിക്കരുത്. നീ ആരാ? വാസുവേട്ടാ, ആ. ഞാൻ മരിച്ചുപോയ എന്താ നീ മരിച്ചോ? അല്ല, മരിച്ചുപോയ അനന്തൻ നായരുടെ മകൻ കുഞ്ഞനന്തൻ. ഇപ്പൊ ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ചേട്ടാ, എന്നെ കൊല്ലാൻ വേണ്ടി ഞാനൊരു 5000 രൂപയും പിന്നെ ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊണ്ടുവന്ന കുഞ്ഞൻ. റമ്മ? ഏത് ബ്രാൻഡ്? ഓൾഡ് മങ്ക് 3X റം. എന്നിട്ട് ഇതുവരെ കൊന്നില്ലേ? ആ. ശ്ശോ. എന്നാ ശരി. കത്തിയെടുക്കല്ലേ? ഇവനോടെ പോയി? എടാ കൊച്ചേ, എവിടെടാ? ഇവനെവിടെ പോയി? എടാ, നിന്നെ കൊല്ലില്ല, സത്യമായിട്ട് കൊല്ലില്ല. എവിടെ ഒളിച്ചിരിക്കുന്ന ചെറുക്കി വാ. എന്നെ കൊല്ലരുത്. കൊല്ലില്ലടാ, നീ വാ. സത്യം? ആ സത്യം. സത്യമാണ് വാസുട്ടാ. ഇല്ലടാ, നിന്റെ ഞാൻ കൊല്ലില്ല. അന്നേ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ നീ ഇവിടെ തിരിച്ചെത്തുന്നു. എടോ, ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് മരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? ഒക്കെ ഒരു തമാശ പോലെയാ. പിറന്നു വീഴുമ്പോൾ നമ്മൾ കരയുന്നു, മരിച്ചാൽ മറ്റാരൊക്കെയോ. അത്ര ഉള്ളതിന്റെ ഒക്കെ രഹസ്യം. പ്രായത്തിന്റെ ചാബല്യം. അതുകൊണ്ട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. ഏത് അത്ഭുതങ്ങളാണ് ലോകത്തിലുള്ളത്. പക്ഷേ 8ാമതൊരു അത്ഭുതം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സർക്കസ് കളിച്ചും മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത്. ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒരു ഹരത്തിന് വേണ്ടി 2 പേരെ തട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. ജീവിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് എറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. സത്യം? പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ 5000 രൂപ ഞാൻ തരാം. ഇപ്പോഴില്ല. വേണ്ട വാസുട്ടാ, വേണ്ട. 5000 അല്ല, 5 ലക്ഷം അല്ല, 50 കോടിയല്ല, അതിനും അപ്പുറം എത്ര അക്കങ്ങളുണ്ടോ അതൊന്നുമല്ല. അതില് മേലെയാണ് എന്റെ ജീവന്റെ വിലയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. സന്തോഷപൂർവ്വം ഇനി ഞാൻ പോയി ജീവിച്ചോട്ടെ വാസുട്ടാ. നീ ധൈര്യമായിട്ട് വയ്ക്കോ. നീ മിടുക്കനാണ്, നീ നന്നാവും. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. വയ്ക്കോ. ഉഗ്രൻ. കൊള്ളാലോ കൊള്ളാലോ. കൊള്ളാലോ. അതിലും ബെസ്റ്റ് കാലക്കിട്ടുണ്ട്. കൊച്ചു കള്ള, ഇതൊക്കെ എങ്ങനെ എടുത്തു? ഒക്കെ ഒളിഞ്ഞെടുത്തതാ. അറിയാതിരിക്കുന്ന ഫോട്ടോസിന് സ്വാഭാവികത കൂടും. ഇത് കണ്ടോ, വെരി നേച്ചുറൽ, കളർഫുൾ. ലുക്ക് ഫെന്റാസ്റ്റിക്. പക്ഷെ ബാക്ക് ലൈറ്റ് അല്പം കമ്മി, ഇത് ക്ലാരിറ്റി അല്പം കമ്മി. നിമിഷേക്കാ, വാട്ട് സൂപ്പർ പോസ്. വേണ്ട. ഗൾഫിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, കാസർഗോഡുകാരൻ അബ്ദുൽ സലാം. അവൻ പറയാറുണ്ട്, സ്വന്തം ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ശാഠ്യം, വാശി, താല്പര്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചിട്ട് കോട്ടയുണ്ടാക്കി അതിൽ രാജാവായി കഴിയുന്നവനാണ് ഞാൻ. ശരിയാണ്. എന്റെ രാജ്യത്ത് ഞാൻ കൽപ്പിക്കുന്ന നിയമങ്ങളേ ഉള്ളൂ. എന്നെ അനുസരിക്കുന്നവരെ പാടുള്ളൂ. കൊക്കിട്ടുരുമ്മി ചിറകുകൾ ചികഞ്ഞ് പ്രേമസല്ലാപം നടത്തിയ 2 എണ്ണക്കുരുവികൾ. അതിലൊന്നിനെ അമ്പെയ്ത് കൊന്നു.
വേണ്ട, വാൽമീകത്തിലേക്ക് നമുക്ക് പോവണ്ട. വളരെ പ്രാക്ടിക്കലായി പറയാം. ഒന്നിച്ചുള്ള കിളിയോട് പറന്നുപോയിക്കൊള്ളാൻ പറഞ്ഞോളൂ. മാനുഷാത കേട്ടിട്ടില്ലേ? അരുതേ കാട്ടാള, അരുത്. എന്നെ കാട്ടാളാക്കരുത്. ഇക്കാര്യം പറയുന്നു. എനിക്ക് അയാളെ ഇഷ്ടമല്ല. എനിക്ക് കല്യാണം വേണ്ട. മതി അച്ഛൻ തല്ലിയത്. നീ അത് പോ. ആണുങ്ങൾ പറയുന്ന അനുസരിച്ച് ശീലമായി തരുവാനുള്ളൂ. അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് കണ്ടോ, പേപ്പട്ടിയെ തള്ള പോലെ തല്ലിക്കൊല്ലിക്കാൻ. തല്ലിക്കൊല്ലാനൊക്കെ വരട്ടെ. ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് എന്തിനാ അവളെ നിർബന്ധിക്കുന്നത്? പോലീസ് ഏമാനികടി എത്തിയോ? ആ എത്തി. എടോ നായരെ, ഇഷ്ടം ഉണ്ടായിട്ടായിരുന്നോ ഇവള് നിന്നെ കെട്ടിയത്? ആയിരുന്നോ? അതുപോലെ ഇഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാ മതി. ഈ തറവാട്ടിൽ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. ഈ തറവാടിത്തം എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടേ കിട്ടൂ. ഓഹോ, അപ്പൊ തറവാടത്തെ നീ എന്നെ പഠിപ്പിക്കാനോ? അതെ, കൽപ്പിക്കുന്ന ഈ തമ്പുരാന്റെ മുന്നിൽ പാറാവുകാരനായി കഴിയുന്നവനാ ഞാൻ. പൊന്നും പണവും ഒന്നുമില്ല, വെറും ഈ കാക്കി വേഷം മാത്രം. എങ്കിലും മനസാക്ഷിയുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് നശിച്ചാൽ എല്ലാം നശിച്ചു. ആ ഹൃദയമേ ഇല്ലാത്തവനായിപ്പോയി നിങ്ങളുടെ ഈ അച്ഛൻ. ആ, അലറണ്ട. ഈ അലർച്ച ഞാൻ കുറെ കേട്ടതാ. സ്നേഹിക്കുന്നവരുടെ ഹൃദയം പറിച്ചറിയാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു മനുഷ്യ? പൊന്നുകെട്ടിയ പല്ലും തുന്നിക്കെട്ടിയ ഹൃദയവുമായി ദുഷ്ടനെ പോലെ ഇങ്ങനെ വടിയും കുത്തി ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതുവരെ ഞാൻ ബഹുമാനിച്ചു, അനുസരിച്ചു. അത് പാപ്പരത്തം കൊണ്ടായിരുന്നില്ല, എന്റെ വ്യക്തിത്വം കൊണ്ടായിരുന്നു. അറിയോ? അരവിന്ദേട്ടാ മതി. എന്ത് മതിയാക്കാൻ? എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ സഹിക്കുക. നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കില്ല. പാടി. നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചൂട്ടിയുടെയും ശ്യാമളയുടെയും രജിസ്റ്റർ മാരേജ് നടന്നിരിക്കും. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുമ്പോ പ്രശ്നമാവോ? ഒരു പ്രശ്നവുമില്ല. തൊഴാനെന്നും പറഞ്ഞ് നാളെ രാവിലെ ശ്യാമളയെയും കൊണ്ട് ശാന്തിനി അമ്പലത്തിലെത്തും. കൃത്യം 10 മണിക്ക് ശ്യാമളയെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാറുമായിട്ട് വാസുവേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളും. ആ പിന്നെ 15 രൂപയുടെ മുദ്രപത്രമായി നീ രജിസ്റ്റർ ഓഫീസർ റെഡിയായി നിൽക്കണം. ഏത് സമയത്ത് മുത്തശ്ശി ഹോസ്പിറ്റലിലാ. നീ ഇതെവിടെ പോയി കിടക്കുക? അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. യൂട്രസ് കംപ്ലൈന്റ്, ആസ്മ, അങ്ങനെ 100 രോഗമല്ലേ. നീ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? മോനെ എന്താ അമ്മേ? തീരെ വയ്യ മോനെ. തൊണ്ട വരണ്ടിട്ട് വയ്യ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും. നീ ഫ്ലാസ്കും എടുത്ത് പെട്ടെന്ന് കുറച്ച് കാപ്പി വെച്ചിട്ട് വരാം. ഹായ് കുന്തു, ഇതെന്താ ഇവിടെ? അത് പിന്നെ ഈ ലതയെ കാണാൻ വന്നപ്പോ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു രോഗി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. രോഗിയെ കണ്ടപ്പോ അവർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. കാപ്പി വാങ്ങാൻ പോകുമ്പോ ദാ ഇപ്പൊ ലതയെ കണ്ടു. ഓ, സർപ്രൈസ് ഇല്ലേ? അല്ല, വല്ല ഇലക്ഷന് മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ? ഹോസ്പിറ്റലിൽ വന്ന് ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ജസ്റ്റ് ഓൺലി ഹെൽപ്പ്. ആഹാ, കൊള്ളാലോ. ഇതെന്താ രണ്ടുപേരും? ഓ, പ്രേമത്തിന്റെ പുതിയ മാനങ്ങൾ. ബീച്ച്, പാർക്ക്, ഇപ്പൊ ഹോസ്പിറ്റൽ. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നല്ല പ്രൈവസി അല്ലേ? അയ്യോ അതല്ല, ഞാൻ പിന്നെ ഈ പിന്നെന്താ ഇവിടെ? അത് ഈ കയ്യിലൊരു ഫ്ലാസ്കുമായിട്ട്. കുന്തുവിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരും ഉണ്ടത്രേ. ഏത് വാർഡിൽ? ജനറൽ വാർഡില്ല, എ ബ്ലോക്കിൽ. എന്റെ വാർഡാണല്ലോ അത്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു ജാനകിയം വേണോ? അതെ. ഓ, ഷീസ് മൈ പേഷ്യന്റ്. കുന്തുവിന്റെ ആരാ? എന്റെ അകന്ന ബന്ധത്തിൽ ആരുമാണത്രേ. വലിയ ജനസേവകനാ. നടക്കട്ടെ നടക്കട്ടെ. ആ, ഹലോ സെവന്റ്. സേവനം കഴിഞ്ഞാലേ ആന്റിയുടെ ക്യാബിനിലോട്ട് വരണം കേട്ടോ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അവിടെ നിന്ന് പ്രേമിക്കാം. ഓക്കെ? സ്വന്തം അമ്മയെ കൂടി തള്ളി പറയേണ്ടി വന്നു. വേണ്ടായിരുന്നു. കാപ്പി. ആ പിന്നെ ഇട്ടണതിന് മുമ്പ് നീ പൊക്കോ. അമ്മയ്ക്ക് കൂട്ടിന് ഞാൻ നിന്നോളാം. മോനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഒരു അബദ്ധം പറ്റി, തിരുത്തണം. ഗ്രാമങ്ങളിൽ പോയി സേവനം നടത്തണം. അങ്ങനെയാണെങ്കിൽ എലിസബത്തും മിസ്സിസ് മേനോനും കെണിയല്ലോ.
വേണ്ട, ഇവിടുത്തെ ആഹ്ലാദത്തിമിർപ്പിൽ ഇപ്പോൾ ഒരു കോമാളി ആവണ്ട.